ഷൊർണൂരിൽ കൃഷി ഓഫീസിൽ നിന്ന് ഫയൽ മോഷ്ടിക്കാൻ കുപ്രസിദ്ധ മോഷ്ടാവിന് കൊട്ടേഷൻ. പ്രതി അറസ്റ്റിലായതിനു പിന്നാലെ പോലീസ് അന്വേഷണം കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരിലേക്കും നീങ്ങുകയാണ്. വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലുള്ള ഫയലുകളാണ് മോഷ്ടിക്കപ്പെട്ടതെന്നാണ് കണ്ടെത്തൽ. VS ഗൂഗിൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗൂഗിൾ, പലതരത്തിലുള്ള കൊട്ടേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടായിരിക്കും. ഏത് ഫയലുകളാണ് മോഷ്ടിച്ചത്? അതായത് കഴിഞ്ഞ ജൂലൈ 29-നാണ് ഈ മോഷണം നടക്കുന്നത്. ആദ്യം തന്നെ പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു കൃഷി ഓഫീസിൽ കയറി ഏതെങ്കിലും ഫയലുകൾ മോഷ്ടിക്കേണ്ട ഒരു കാര്യം ഒരു കള്ളനും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ സംഭവം എന്ന് സംബന്ധിച്ച് പോലീസിനൊരു സംശയം നിലനിന്നിരുന്നു. അന്വേഷണം നടന്നപ്പോൾ ജോയി എന്ന് പറയുന്ന ഒരാളാണ്, ഒരു കുപ്രസിദ്ധ മോഷ്ടാവാണ് ഈ ഒരു സംഭവത്തിന് പിന്നിലെന്ന് മനസ്സിലായി. CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അപ്പോഴും പോലീസിനെ കുഴക്കുന്ന ഒരു സംശയം, ഈ ജോയി ഒരു ഇത്തരത്തിൽ നിരവധി മോഷണ കേസുകൾ പ്രതിയായ അങ്ങനെ ഒരാളാണ്. അയാൾ എന്തിനാണ് ഈ ഫയലുകൾ മോഷ്ടിക്കുന്നതെന്നായിരുന്നു. അയാളെ പിടികൂടി അതിനുശേഷം ചോദ്യം ചെയ്തപ്പോഴാണ് ഈ 2020-21 കാലയളവിലെ ഓണച്ചന്ത നടത്തിയ വിഷയത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു. അതിലെ വരവും ചെലവും സംബന്ധിച്ച കണക്കുകൾ കൃത്യമല്ലെന്ന പരാതിയിലാണ് അന്വേഷണം നടത്തിയത്. ഈ ഫയലുകളാണ് മോഷണം പോയത്. ഇത് തനിക്കൊരു കൊട്ടേഷൻ ലഭിച്ചതാണ്. ആ കൊട്ടേഷനിലൂടെയാണ് ഈ ഒരു ഫയലുകൾ മോഷ്ടിച്ചതെന്നാണ് പോലീസിന് ഇയാൾ നൽകിയ മൊഴി. ഈ മൊഴി അടിസ്ഥാനത്തിൽ ഈ കൃഷി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ആ കാലയളവിൽ ഷൊർണൂരിലെ കൃഷി ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഉടൻ തന്നെ കൂടുതൽ ആളുകൾ ഇതിൽ പിടിയിലാകും, ഈ കൊട്ടേഷൻ നൽകിയവർ പിടിയിലാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ കൃഷി വകുപ്പിലെ ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അവർ കൊട്ടേഷൻ നൽകി ഏകദേശം 5000 രൂപ കൊട്ടേഷൻ നൽകിയാണ് ഈ ഒരു മോഷണം ആസൂത്രണം ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവരെ വരും ദിവസങ്ങളിൽ തന്നെ പിടികൂടാനാണ് സാധ്യത.